അനീസ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷഹനാസ് ഉന്നയിച്ച പല ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള ഒരു ഒളിച്ചോട്ടമാണോ ഷാഫി പറമ്പലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അനീസ, ഷാഫി പറമ്പിൽ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് രേഖാമൂലം തനിക്ക് ഒരു പരാതിയും ആരും നൽകിയിട്ടില്ല എന്നാണ്. രേഖാമൂലം പരാതി കിട്ടിയ ആദ്യ ഘട്ടത്തിൽ തന്നെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ പറയുന്ന ഈ പരാതികൾ പേരെടുത്ത് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതൊന്നും രേഖാമൂലം തനിക്ക് ലഭിച്ചിട്ടില്ല. തൻ്റെ മുമ്പിൽ വന്ന വസ്തുനിഷ്ഠമായ ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന രീതിയിൽ വന്ന എല്ലാ പരാതികളിലും നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടി എന്നത് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് അവകാശപ്പെടാനില്ലാത്ത അത്രയും സുതാര്യമായ നടപടികൾ ഈ വിഷയത്തിൽ എടുത്തു. ഇതിന് സമാനമായ കേസുകളുള്ള മറ്റ് പല MLA-മാരും അല്ലെങ്കിൽ മറ്റ് നേതാക്കളും പല പാർട്ടികളിലുമുണ്ട്. അവരൊന്നും സ്വീകരിക്കാത്ത നടപടികളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വ്യക്തിപരമായി താൻ ഏതെങ്കിലും ആളുകളെ സംരക്ഷിക്കാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ നിന്നിട്ടില്ല. അവരുടെ പ്രവർത്തന മികവ്, ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ആളുകളുടെ പോലും പ്രവർത്തന മികവ്, അവർ പ്രവർത്തന രംഗത്ത് സംഘടനാ തലത്തിൽ നൽകിയ സംഭാവനകൾ മാത്രമാണ് പരിഗണിച്ചത്. അത്തരത്തിലുള്ള പരിഗണനകൾ ലഭിച്ച ആളുകൾ തന്നെ ക്രിമിനൽ ഒഫൻസിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന സമീപനം കൈക്കൊണ്ടിട്ടില്ല. പിന്നീട് പാർട്ടിയിലേക്ക് ഒരാൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും അവർക്ക് സ്ഥാനങ്ങൾ നൽകുകയും അവരെ പദവികളിൽ എത്തിക്കുകയും ചെയ്യുന്നത് അവർ ഭാവിയിൽ കുറ്റക്കാരാവുമോ എന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവുമോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതാണ്. അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ തെളിവുകളോടെ പാർട്ടിക്ക് മുമ്പിൽ പരാതികൾ വരുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിലും ഒരു തരത്തിലും സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞത്.